നമസ്കാരം. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് കിട്ടുന്ന ഒരു വാഴക്കൂമ്പ് വെച്ച് നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു വാഴക്കൂമ്പ് തോരൻ്റെ. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഈ ഇളകി വരുന്ന ഈ പുറം ഭാഗമെല്ലാം നമുക്കൊന്ന് അടർത്തിക്കളയാം. എന്നിട്ട് ആ പൊളിഞ്ഞു വരാത്ത ആ ഒരു ഭാഗമാകുമ്പോഴാണ് നമ്മളിത് കൊത്തിയരിഞ്ഞ് ഇത് തോരനായിട്ട് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ എന്നിട്ട് പുറം ഭാഗമെല്ലാം ഇതൊന്ന് ഒടിച്ചും കൂടെ കളയുക. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കൊത്തി അരിഞ്ഞെടുത്തതാണ്. ചെറുതാക്കി അരിഞ്ഞെടുക്കണം. കൂടുതൽ കട്ടി പാടില്ല, ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. എന്നിട്ട് ഇതിലേക്കിത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം. ഒരു 10 മിനിറ്റോളം ഒന്ന് പുരട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തെ കറയുടെയൊക്കെ ആ ഇതൊക്കെ ഒന്ന് കുറഞ്ഞോളും. അപ്പോൾ ഇങ്ങനെ ഒന്ന് പുരട്ടി വെച്ചാൽ മതി. അതെല്ലാം നന്നായിട്ട് ഒന്ന് പുരട്ടി വെച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 ചെറിയ ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 പച്ചമുളകും. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് നമുക്ക് എക്സ്ട്രാ മുളക് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ്, ചെറിയ ജീരകം. പിന്നെ ഒരു 1/4 കപ്പോളം ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അരയ്ക്കുകയല്ല, ഒന്ന് ചതച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെക്കാം. എന്നിട്ട് ഇതിനകത്ത് വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോഴത്തേക്കും ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കുത്തിയരിഞ്ഞ് വെച്ച ആ വാഴക്കൊമ്പിൻ്റെ അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മൊത്തമായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതേ പാത്രത്തിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ എടുത്ത് ഇതിൻ്റെ കൂടെ ഒന്ന് വേകാനൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 10 മിനിറ്റോളം സമയം എടുക്കുകയുള്ളൂ. നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അരപ്പും ഇതെല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി വെച്ചതിന് ശേഷം വേണം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു മൂടി വെച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റോളം മതിയാവും ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ പറ്റി. അപ്പം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി.